ഹായ് ഓൾ, വെൽക്കം ടു സഫാബ്സ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ കുറച്ച് കോട്ട കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോട്ട ഫാബ്രിക്കിലേക്ക് ഹാൻഡ് ബ്ലോക്സ് വരുന്ന കുറച്ച് കളക്ഷൻസ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴ എം സി റോഡിലാണ് കേട്ടോ. മൂവാറ്റുപുഴ ഐസക് മരിയ തിയേറ്റർ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. സോ ഐസക് മരിയ തിയേറ്ററിൽ നിന്ന് 250 മീറ്റേഴ്സ് കോട്ടയം റോഡിലാണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് കേട്ടോ, റൈറ്റ് സൈഡിലായിട്ട്. സോ അപ്പോൾ ഷോപ്പിൽ എത്താനായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ അയച്ചു തരുന്നതാണ് കേട്ടോ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ യൂട്യൂബിലും നമ്മുടെ എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ യൂട്യൂബ് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആൻഡ് യൂട്യൂബിൽ കാണുന്നവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് തന്നെ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ആണ് കേട്ടോ. നല്ലൊരു മാംഗോ യെല്ലോ ടോണാണ്. ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. അതിലേക്ക് ഇതാണ് കേട്ടോ പ്രിന്റ് വന്നേക്കുന്നത്. ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത്. 2.5 മീറ്റേഴ്സ് ആണ് ടോപ്പ് ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോർഡേഴ്സ്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും തീരെ കനം കുറഞ്ഞെടുക്കാണ്ട് നല്ലൊരു കോട്ടൺ അല്ലെങ്കിൽ ഒരു ക്രേപ്പ് ഫാബ്രിക് ലൈനിങ് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് ഭയങ്കര എലഗൻ്റ്, നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇഷ്ടപ്പെടും. നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഫാബ്രിക് യൂസ് ചെയ്യും. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ബിക്കോസ് ഒത്തിരി പേര് ഇത് അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം ഈ ഒരു ഫാബ്രിക്കിന് ഭയങ്കര ഒരു നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇത് ചോദിച്ചു വരുന്നുണ്ട്. സോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ അറിയാം, നമ്മൾ ഈ ചാനൽ തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക്സിൽ ഒന്നാണ് ഈ കോട്ട ഫാബ്രിക്. സോ അപ്പോൾ ഇതിൻ്റെ എൻക്വയറി ആൻഡ് ഡിമാൻഡ് എത്ര മാത്രമുണ്ട്, ഇതിൻ്റെ എത്ര മാത്രമേ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റഡ്ലി ഈ ഒരു ഫാബ്രിക് നമ്മൾ ചെയ്യുന്നത്, പല കളേഴ്സിലും പല ഡിസൈൻസിലും ആയിട്ട്. സോ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ. ദുപ്പട്ട കോട്ട ഫാബ്രിക്കിൽ തന്നെ സെയിം ആ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് ഇങ്ങനെ വരുന്നു. അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ്. ധൈര്യമായിട്ട് എടുത്തോളൂ. പ്രൈസ് വരുന്നത് 1399. അടുത്ത ഒരു ഡസ്റ്റി ലാവൻഡർ ടോൺ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡല്ല, ലാവൻഡറിന്റെ തന്നെ ഒരു ലൈറ്റർ ഒരു ഡസ്റ്റി ഷെയ്ഡാണ്. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട്. വീഡിയോയിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ വരുന്നു. ഇതിനകത്തേക്ക് ഫ്ലോറൽ പ്രിന്റ്, യെല്ലോ ആൻഡ് ബ്ലൂ ഷെയ്ഡിലുള്ള പ്രിന്റ്, ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ബാക്കും ഫ്രണ്ടും എല്ലാം ഓൾ ഓവർ സെയിം ആ ഒരു പ്രിന്റ് ആണ്. നല്ല ഫാബ്രിക് ആണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് കോട്ട ഡോറിയ ഇങ്ങനെ വരുന്നു. ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയാണ് ദുപ്പട്ട ഫാബ്രിക് വരുന്നത്. വിത്ത് ടാസൽസ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ദുപ്പട്ട. ബോട്ടം വരുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഇതിങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ. ഇതാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് ഇസ് 1399. അടുത്തത് ഡാർക്ക് ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂ എന്നോ അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ എന്നോ പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ടോണാണ് കേട്ടോ. ഒരു റോയൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഷെയ്ഡ് ഔട്ടോ. ഇത് ലൈനിങ് ഇട്ടാലാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിലേക്ക് ബേജ് ആൻഡ് ബ്ലാക്ക് കളറിലാണ് ഇങ്ങനത്തെ കുഞ്ഞി ബൂട്ടാസ് ആണ് പോകുന്നത്. ഈ ഫാബ്രിക്സ് ഒക്കെ ലൈനിങ് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ പ്രിന്റിന്റെ ആ ഒരു ഭംഗിയൊക്കെ ശരിക്കും എടുത്തറിയുന്നത്. 2.5 മീറ്റേഴ്സ് ഉണ്ട് ടോപ്പ്. നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് കിട്ടും. ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ പ്രിന്റിനൊക്കെ. നമുക്ക് ലൈനിങ് ഫാബ്രിക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ ലൈനിങ്ങോടെ വെച്ച് കാണിച്ചുകൊണ്ടിരുന്നു. ലൈനിങ് ഇട്ട് കഴിയുമ്പോഴാണ് നല്ല രസമായിട്ട് നല്ല ബ്രൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നത്. ദുപ്പട്ട കണ്ടോ, നല്ലൊരു കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലെ പ്രിന്റ് ഇങ്ങനെ വരുന്നു. 2.5 മീറ്റേഴ്സ് ഉണ്ട് ടോപ്പ് ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ബോട്ടം വന്നേക്കുന്നത് കോട്ടണിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ വന്നിരിക്കുന്ന ഒരു ബോട്ടം ഫാബ്രിക് ആണ്. ഇതാണ് സെറ്റിൽ ലുക്ക്. പ്രൈസ് ഇസ് 1399. നമ്മളിപ്പോൾ കണ്ട ഫാബ്രിക് ബ്ലാക്ക് ആയിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ബ്ലാക്ക് ഇട്ടേക്കുന്നതുകൊണ്ട് ബ്ലാക്കിൻ്റെ പുറത്ത് വെച്ചപ്പോൾ അത് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു റോയൽ ബ്ലൂ ആണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ്. ബ്ലാക്കിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്. നല്ലൊരു റോയൽ ബ്ലൂ, ഒരു നേവി ബ്ലൂവിൻ്റെയും ഒരു ബ്ലെൻഡ് ആണ് കേട്ടോ ഈ ഷെയ്ഡ് വന്നേക്കുന്നത്. ലൈനിങ് ഇട്ട് കഴിയുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഷെയ്ഡ് അറിയാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. നെക്സ്റ്റ് ഷിബോരി പ്രിന്റിൽ വന്നേക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രീൻ വിത്ത് ഒരു പർപ്പിൾ ടോൺ ആണ് കേട്ടോ. ഒരു പർപ്പിൾ അല്ല, ഒരു റാണിയുടെ ഒരു ടൈപ്പ് ഷെയ്ഡ് ഉണ്ട്. ഒരു മജന്തയും റാണിയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, ഒരു മജന്ത ഷെയ്ഡാണ് അങ്ങനെ പറയാം.
ഇങ്ങനെ വരുന്നു. ഗ്രീൻ ആൻഡ് ഒരു മജന്ത ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ദുപ്പട്ട വരുന്നത് ആ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ഷിബോരി പ്രിന്റഡ് ആയിട്ട് വരുന്ന കോട്ട ഫാബ്രിക് തന്നെയാണ് ഇത് വരുന്നത്. കണ്ടോ, ഇത് മജന്ത ഷെയ്ഡാണ് കേട്ടോ. ഒരു റാണി പിങ്കും കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു മജന്ത ഉണ്ടല്ലോ, ഒരു ഡാർക്ക് ഒരു മജന്ത, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള മജന്ത ടോണിൽ വരുന്ന ബോട്ടമാണ്. ഈ ബോട്ടം നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ബിക്കോസ് പ്രിന്റഡ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലെയിൻ ആകുമ്പോൾ നമുക്ക് വേറെ ഫാബ്രിക്കിൻ്റെ കൂടെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് സെറ്റിൻ്റെ ലുക്ക്. പ്രൈസ് ഈസ് 1399. പ്യുവർ ആയിട്ടുള്ള വൈറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മിൽക്കി വൈറ്റ് ഓണാണ്. അപ്പം ഞാൻ എടുത്തപ്പോഴാണ് ഓർത്തത് ഞാൻ ബ്ലാക്ക് ആണല്ലോ ഇട്ടേക്കുന്നതെന്ന്. സോ ബ്ലാക്ക് ഇടുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടത്തില്ല. പക്ഷേ ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ നല്ല കണ്ടോ ആ ഒരു ഇങ്ങനെ മടക്കി പിടിച്ചാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതാണ് കേട്ടോ, നല്ലൊരു വൈറ്റ് ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നിൽക്കും. ഇങ്ങനെ വരുന്നു. പിങ്ക് ആൻഡ് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ പ്രിന്റിൻ്റെ ഷെയ്ഡ് പോകുന്നത്. ഇതാണ് ടോപ്പിൻ്റെ ഫാബ്രിക് വരുന്നത്. ദുപ്പട്ട ഓൾസോ സെയിം വൈറ്റ് ഷെയ്ഡിൽ തന്നെ സെയിം പ്രിന്റഡ് ആയിട്ട് തന്നെ വരുന്നു. ഇതാ ബോട്ടത്തിൻ്റെ പ്രിന്റാണ് ദുപ്പട്ടയിൽ എടുത്ത് വെക്കുന്നത്. ഇങ്ങനെ വരുന്നു. സെൻട്രൽ പോർഷനിൽ ബോട്ടത്തിൻ്റെ പ്രിന്റാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ. ബോട്ടം ഓൾസോ ഭയങ്കര ഭംഗിയുണ്ട്. കോട്ടണിൽ ഇങ്ങനത്തെ പ്രിന്റഡ് ആയിട്ട് നല്ല ലെങ്ത്തും വിട്ടും ഒക്കെയുള്ള ദുപ്പട്ടയും ടോപ്പും ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. പ്രൈസ് ഈസ് 1399. അടുത്തത് മാർബിൾ പ്രിന്റിങ്ങിൽ വരുന്ന നല്ലൊരു ബേബി പിങ്ക് ടോൺ ആണ് കേട്ടോ. ഞാൻ ഈ ബ്ലാക്ക് ഇട്ടത് ഭയങ്കര കഷ്ടമായിപ്പോയി. ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ. അല്ലെങ്കിൽ മാർബിൾ ഡിസൈൻ ആണ് പോകുന്നത്. ലൈറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡിലേക്കാണ് മാർബിൾ പ്രിന്റിന്റെ കളേഴ്സ് പോകുന്നത് കേട്ടോ. പിങ്ക് ആൻഡ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എപ്പോഴും ഫ്ലോറൽ പ്രിന്റുകൾ യൂസ് ചെയ്ത് മടുത്തവർക്ക് ഇങ്ങനത്തെ മാർബിൾ പ്രിന്റ് എടുക്കാം. സോ അപ്പോൾ ഇടുമ്പോഴും ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും, കാണുന്നവർക്കും ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. ഇതാണ് ദുപ്പട്ട. ആ സെയിം മാർബിൾ പ്രിന്റിങ്ങിൽ തന്നെ വരുന്നു. ഇതാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഷെയ്ഡ്. ബോട്ടം വരുന്നത് കോട്ടണിൽ സെയിം ഷെയ്ഡിൽ തന്നെ. ഇതാണ് ഫുൾ സെറ്റ് വരുന്നത്. പ്രൈസ് ഈസ് 1399. സോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. അതോ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.